വേതാളത്തെ തോളിലെടുത്തുകൊണ്ട് വിക്രമാദിത്യൻ വീണ്ടും നടക്കാൻ ആരംഭിച്ചു. വേതാളം അടുത്ത കഥ പറയാൻ തുടങ്ങി. കാർത്തികൻ എന്നു പേരുള്ള ഒരു യുവാവ് തൻ്റെ യാത്രാമധ്യേ ലതാംഗി എന്നു പേരുള്ള ഒരു യുവതിയെ കാണുകയും അയാൾക്ക് അവളോട് അനുരാഗം തോന്നുകയും ചെയ്തു. അപ്പോൾ തന്നെ അയാൾ അവളോട് അവളെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവൾ സമ്മതിക്കുകയും ചെയ്തു. അയാൾ അവളെ സ്വന്തം ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് വിവാഹം നടത്താമെന്ന് ഉറപ്പ് പറഞ്ഞു. അതിനു സമ്മതിച്ചുകൊണ്ട് അവൾ അയാളുടെ കൂടെ അയാളുടെ ഗൃഹത്തിലേക്ക് നടന്നു. അവർ പോകുന്ന വഴി ഒരു സംഘം കൊള്ളക്കാർ അതിലെ വരികയും അവരെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ കാർത്തികൻ ധീരനായ ഒരു പോരാളിയായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് തന്നെ ആ കൊള്ളസംഘത്തെ നേരിടുകയും കാർത്തികൻ്റെ ചടുലമായ നീക്കങ്ങളിൽ അവർ തറപറ്റുകയും ചെയ്തു. അല്പം നേരത്തിനകം രക്ഷയില്ലാതെ കൊള്ളക്കാർ അവിടെ നിന്നും ഓടിപ്പോയി. ലതാംഗി കാർത്തികൻ്റെ ധീരതയെ നന്നായി പ്രശംസിച്ചു. പക്ഷേ കാർത്തികൻ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പോകുന്ന വഴി അവരൊരു നഗരത്തിലെത്തി. ലതാംഗിയെ ഒരു ക്ഷേത്രത്തിന് മുൻപിൽ ഇരുത്തിക്കൊണ്ട് തങ്ങൾക്ക് താമസിക്കാൻ ഏതെങ്കിലും സത്രമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായി കാർത്തികൻ പുറത്തേക്ക് പോയി. റോഡിലൂടെ നടന്നു പോകുമ്പോൾ പാതയോരത്ത് കണ്ട ഒരു വീട്ടിൽ നിന്നും ഒരു ദാസി കാർത്തികനെ സ്വഗൃഹത്തിലേക്ക് ക്ഷണിക്കുകയും കാർത്തികൻ അങ്ങോട്ട് കയറിപ്പോവുകയും ചെയ്തു. ദാസിയുടെ സൽക്കാരത്തിൽ മുഴുകിയ കാർത്തികൻ സമയം പോയതറിഞ്ഞില്ല. അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ലതാംഗിയെയും മറന്നുപോയി. ക്ഷേത്രത്തിന് മുൻപിലുള്ള കൽബഞ്ചിൽ ഏറെ നേരം ഇരുന്നിട്ടും തൻ്റെ ഭാവി വരൻ വരുന്നത് കാണാതെ ലതാംഗി അക്ഷമയോടെ അയാൾ പോയ വഴിയെ നോക്കിയിരുന്നു. നേരം സന്ധ്യയായി. ഇരുൾ വ്യാപിച്ചു തുടങ്ങി. ആ സമയം ക്ഷേത്രത്തിലെത്തിയ ഒരു യുവാവ് അവളെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. അയാൾ പറഞ്ഞു, ഒറ്റയ്ക്ക് നഗരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. കള്ളന്മാരും കൊലപാതകങ്ങളും മറ്റും നടക്കുന്ന നഗരമാണിത്. ഇത് കേട്ടപ്പോൾ ലതാംഗി മനസ്സില്ലാ മനസ്സോടെ അയാളുടെ കൂടെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചു. തുടർന്ന് ലതാംഗി കാർത്തികനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഗൃഹത്തിൽ തന്നെ താമസിച്ചു. 6-7 ദിവസം കഴിഞ്ഞിട്ടും കാർത്തികനെ കാണാതായതോടെ ആ യുവാവ് തന്നെ വിവാഹം കഴിക്കാൻ അവളോട് അഭ്യർത്ഥിച്ചു. ആദ്യമൊക്കെ അവൾ വിസമ്മതിച്ചെങ്കിലും മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ അവൾ ആ യുവാവിനെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം തിരിച്ചു വന്ന കാർത്തികൻ ലതാംഗിയെ അന്വേഷിച്ച് അവിടമെല്ലാം നടന്നു. ക്ഷേത്രത്തിൽ അവളെ ഒറ്റയ്ക്കിരുത്തി പോയതിനും അവളെ മറന്നുകൊണ്ട് ദാസിയുടെ വീട്ടിൽ ഒരുപാട് നേരം ചെലവഴിച്ചതിനും അയാൾ സ്വയം പഴിച്ചു. അവിടമെല്ലാം തിരഞ്ഞിട്ടും ലതാംഗിയെ കാണാൻ കഴിഞ്ഞില്ല. നിരാശയോടെയും ദുഃഖത്തോടെയും അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി. വിവാഹം കഴിഞ്ഞ് ലതാംഗിയും ആ യുവാവും ആ വീട്ടിൽ താമസിച്ചു പോരവേ ഒരിക്കൽ അവരുടെ വീട്ടിൽ ഒരു എലി ഓടി നടക്കുന്നത് അയാൾ കണ്ടു. ആ എലിയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടി അതിനെ പിടികൂടി അടിച്ചു കൊന്നു. അതിനുശേഷം അതൊരു വീരസാഹസിക കഥയായി വീരവാദത്തോടെ പറയാൻ തുടങ്ങി. എന്നെ കളിപ്പിക്കുവാൻ ഒരു പുലിക്കും കഴിയില്ല, പിന്നെയാ ഒരു എലി. അവൻ ഏതിലെയൊക്കെ ഓടി അവസാനം എൻ്റെ ഉന്നം തെറ്റാതെയുള്ള ഒരൊറ്റ ഏറിൽ അവൻ വീണു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ. നീണ്ടുപോയ ആ വിടുവായത്വം കേട്ടപ്പോൾ ലതാംഗി ആയുധധാരികളായ കൊള്ളക്കാരോട് ഏറ്റുമുട്ടിയ കാർത്തികനെ ഓർത്തു. ഇത്രയൊക്കെ ധീരത കാണിച്ചിട്ടും ഒരു ചെറിയ അഹന്ത പോലും ആ മുഖത്തുണ്ടായിരുന്നില്ല. അന്തസ്സുള്ള ധീരനായിരുന്നു കാർത്തികൻ. ഇവിടെ ഒരു എലിയെ തല്ലിക്കൊന്നതിൻ്റെ പേരിൽ കേമത്തുനിന്നടിച്ച് വിടുവായത്വം വിളമ്പുന്ന ഭർത്താവിനോട് അവൾക്ക് പുച്ഛം തോന്നി. കാർത്തികനെ മറക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന സത്യം അവൾ മനസ്സിലാക്കി. അന്നു രാത്രി ലതാംഗി അതീവ ദുഃഖിതയാവുകയും തൻ്റെ ജീവൻ എടുക്കുകയും ചെയ്തു. ഭാര്യയുടെ മരണം സഹിക്കവയ്യാതെ അവളുടെ ഭർത്താവും സ്വന്തം ജീവൻ എടുത്തു. വിവരം കേട്ടെത്തിയ കാർത്തികൻ ലതാംഗിയുടെ ചേതനയറ്റ ശരീരം കണ്ട് നിലത്ത് വീണു മരിച്ചു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ദാസി താനാണല്ലോ ഇതിനെല്ലാം കാരണമെന്ന ചിന്തയോടെ തൻ്റെ ജീവൻ ഉപേക്ഷിച്ചു. കഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, ഇതിൽ ആരുടെ മരണത്തിനാണ് ശ്രേഷ്ഠത കൂടുതൽ? വിക്രമാദിത്യൻ പറഞ്ഞു, ദാസി ഒഴികെ മറ്റെല്ലാവരും പ്രേമവും മോഹഭംഗവും മൂലമാണ് മരിച്ചത്. തെറ്റിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ ജീവൻ വെടിഞ്ഞവളാണ് ദാസി. ദാസിയുടെ മരണത്തിനാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത്. ഈ ഉത്തരം കേട്ട് വേതാളം വീണ്ടും മുരിക്കുമരത്തിലേക്ക് തിരിച്ചുപോയി. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ മുരിക്കുമരത്തിൽ നിന്ന് പിടിച്ചിറക്കി തൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് നടന്നു തുടങ്ങി. വേതാളം പതിവ് പോലെ തൻ്റെ 24ാമത്തെ കഥ പറയാൻ തുടങ്ങി. ഒരച്ഛനും തൻ്റെ യുവാവായ മകനും തീർത്ഥയാത്രയ്ക്കായി പോകുകയായിരുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയാൽ ഉടൻ മകൻ്റെ വിവാഹം നടത്തണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അച്ഛൻ പറഞ്ഞു. താൻ വിവാഹം കഴിച്ച് വേറെ ഗൃഹത്തിൽ താമസമാക്കിയാൽ അച്ഛൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട് എന്ന ചിന്തയായിരുന്നു മകന്. അവൻ ഉടനെ അതിനൊരു പോംവഴി കണ്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ വിവാഹത്തോടൊപ്പം അച്ഛൻ്റെ വിവാഹവും നടത്താം. അപ്പോൾ അച്ഛനും ഒരു കൂട്ടായല്ലോ. അച്ഛൻ അതിനെതിരൊന്നും പറഞ്ഞില്ല. പോകുന്ന വഴിയെ അന്വേഷണം നടത്താമെന്നും
ഇരുവർക്കും ചേർന്ന ബന്ധം കണ്ടുപിടിക്കാമെന്നും അവർ തീരുമാനിച്ചു. കുറെ കൂടി നടന്നപ്പോൾ അവർ ഒരു നദീതീരത്തെത്തി. ഇറങ്ങി കാലുകൾ കഴുകിയ ശേഷം കൽപ്പടവ് കയറിപ്പോകവേ 2 സ്ത്രീകൾ നടന്നുപോയ നനഞ്ഞ കാൽപ്പാടുകൾ അവർ കൽപ്പടവുകളിൽ കണ്ടു. അത് നോക്കിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു, 2 സ്ത്രീകൾ ഇതുവഴി നടന്നു പോയിട്ടുണ്ട്. അവർ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവാം. ഇതിൽ വലിയ കാൽപാദമുള്ള സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കും. ചെറിയ കാൽപ്പാടിൻ്റെ ഉടമയെ നീയും കഴിക്കണം. അച്ഛൻ നിർദ്ദേശിച്ചു. അങ്ങനെ തന്നെയെന്ന് മകനും തീർച്ചപ്പെടുത്തി. അല്പനേരത്തിനകം അവർ ഒരു ആൽത്തറയുടെ മുന്നിൽ ചെന്നു ചേർന്നു. അവിടെ ഒരു അമ്മയും മകളും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വിശ്രമിക്കാനിരിക്കുന്നത് കണ്ടു. പുഴയിൽ ഇറങ്ങി വന്നവരാണെന്ന് സ്പഷ്ടമായി. വലിയ കാൽപാദത്തിൻ്റെ ഉടമ മകളും ചെറിയ പാദം അമ്മയുടേതുമായിരുന്നു. പറഞ്ഞ പ്രകാരം തന്നെ അച്ഛനും മകനും ആ സ്ത്രീകളെ വിവാഹം കഴിച്ചു. പെൺകുട്ടിയെ അച്ഛനാണ് വിവാഹം ചെയ്തത്, അവളുടെ അമ്മയെ മകനും. അവർ 2 പേരും കൂടി ഇങ്ങനെ ആവണമെന്ന് നേരത്തെ നിശ്ചയിച്ചതാണല്ലോ. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 2 പേർക്കും മക്കൾ ജനിച്ചു. ആ കുട്ടികൾ ആരെ എന്തു വിളിക്കും? ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതാണ്? ഇതായിരുന്നു വേതാളത്തിൻ്റെ ചോദ്യം. ചോദ്യം കേട്ടപാടെ വിക്രമാദിത്യൻ ആലോചിച്ച് വിഷമിച്ചു പോയി. വിക്രമാദിത്യൻ്റെ വിഷമം കണ്ടപ്പോൾ വേതാളം പ്രസന്നനായി. കാരണം ഇതൊരു ഉത്തരമില്ലാത്ത ചോദ്യമായിരുന്നു വേതാളം ഉന്നയിച്ചത്. ഉത്തരമില്ലാത്ത ചോദ്യത്തിൽ കുഴങ്ങി നിൽക്കുന്ന വിക്രമാദിത്യനെ കണ്ട് വേതാളം പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. അങ്ങ് സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ് തന്നെ അല്ലേ? വിക്രമാദിത്യൻ തലകുലുക്കി സമ്മതിച്ചു. അതിനുശേഷം വേതാളം തൻ്റെ സ്വന്തം കഥ പറയാൻ തുടങ്ങി. ആദരണീയനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് നമസ്കാരം. ഞാൻ ഇതുവരെ പറഞ്ഞത് മറ്റുള്ളവരുടെ കഥകളാണ്. ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം. കാളഹസ്തനം എന്ന രാജ്യത്തെ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയുടെ സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഞാൻ. തികഞ്ഞ ഭക്തിയോടും കൃത്യതയോടും കൂടി ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഒരു ദിവസം ജോലിക്കിടെ ഞാനൊന്ന് പുറത്തുപോയി. മടങ്ങി വന്നപ്പോഴേക്കും ഇത്തിരി താമസിച്ചു പോയി. ക്ഷേത്രത്തിൻ്റെ നടയടിച്ച് ശാന്തിക്കാരൻ സ്വഗൃഹത്തിലേക്ക് പോയിരുന്നു. ക്ഷേത്ര സോപാനത്തിന് സമീപത്തായി എനിക്കുള്ള നിവേദ്യം അംശം മാറ്റിവെച്ചാണ് പൂജാരി സാധാരണയായി നടയടച്ച് പോകാറുള്ളത്. എന്നു കരുതി ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അകത്ത് 2 പേർ പരസ്പരം സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കേൾക്കാൻ കഴിഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഒളിഞ്ഞിരുന്നു കേട്ടു. അത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറഞ്ഞ 24 കഥകളാണ് ഞാൻ ഒളിഞ്ഞിരുന്നു കേട്ടത്. ഓരോ കഥയും പറഞ്ഞ് അതിലടങ്ങിയ ചോദ്യത്തിൻ്റെ ഉത്തരവും അദ്ദേഹം പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. 24ാമത്തെ കഥയെ ആസ്പദമാക്കിയുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം അതിൻ്റെ ഉത്തരം പറഞ്ഞില്ല. കഥകളെല്ലാം കേട്ട് വളരെ ആശ്ചര്യചകിതനായി ഞാൻ നിവേദിച്ചോറും മറ്റും എടുത്തുകൊണ്ട് തിരികെ പോയി. സമയം ഏറെ വൈകിയിരുന്നു. ഞാൻ വൈകിയെത്താനുള്ള കാരണം എന്താണെന്ന് എൻ്റെ സഹധർമ്മിണിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള വാശിയായി. പല ഒഴിവുകളും പറഞ്ഞു നോക്കി. അവൾ സമ്മതിക്കാതെ ഒടുവിൽ ശ്രീ പരമേശ്വരൻ പറഞ്ഞ കഥകളെല്ലാം ഞാൻ അവളോട് പറഞ്ഞു. അടുത്ത ദിവസം അടുത്തുള്ള കിണറ്റിൽ നിന്ന് ജലം കോരിയെടുക്കാൻ വന്ന സ്ത്രീകളോട് എൻ്റെ ഭാര്യ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. അവരെല്ലാവരും നാട്ടിൽ ഇതെല്ലാം പറഞ്ഞു നടന്നു. അതീവ രഹസ്യമായി ചൊല്ലിയ കഥകൾ അവരവർക്ക് തോന്നിയ പടി ഒട്ടും ഗൗരവമില്ലാതെ കുറച്ചൊക്കെ പരിഹാസ്യമായും നാട്ടുകാർ പറഞ്ഞു നടന്നു. ഒരു നാൾ എൻ്റെ സ്വപ്നത്തിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. അർഹതയില്ലാത്തവർ ആ കഥകൾ അനൗചിത്യപൂർവ്വം പ്രയോഗിക്കുന്നതിന് ഇടയാക്കും വിധം പറഞ്ഞു നടക്കുന്നത് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വേതാളമായി പോകട്ടെ എന്ന് ശപിച്ചു. ഞാൻ വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് ശാപമോക്ഷം വേണം. എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചു. ശ്രീ പരമേശ്വരൻ പറഞ്ഞു, 30 വർഷത്തോളം നീ ഒരു മുരുക്കുമരത്തിൽ തല കീഴായി കിടക്കും. ഒരു നാൾ ഒരു മഹാരാജാവ് നിന്നെ ഈ മരത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ നീ ഈ 24 കഥകളും പറഞ്ഞു കേൾപ്പിക്കണം. ഒപ്പം ചോദ്യങ്ങളും ചോദിക്കണം. 23 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ അത് വിക്രമാദിത്യ മഹാരാജാവാണെന്ന് ഉറപ്പിക്കാം. പിന്നീട് 2000 സംവത്സരം നീ അദ്ദേഹത്തിൻ്റെ വാഹനമായി കഴിയും. അതോടുകൂടി നിനക്ക് ശാപമോക്ഷവും ലഭിക്കും. ഇതായിരുന്നു ശ്രീ പരമേശ്വരൻ്റെ അരുളപ്പാട്. അങ്ങാണ് ആ മഹാനായ വിക്രമാദിത്യ മഹാരാജാവ് എന്നെനിക്ക് ബോധ്യമായി. ഇനി ഞാൻ അങ്ങയുടെ ദാസനാണ്. ഇത്രയും പറഞ്ഞ ശേഷം വേതാളം വിക്രമാദിത്യൻ ഏറ്റെടുത്ത ജോലിയെ സംബന്ധിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തി. വർഷങ്ങൾ നീണ്ട തപസ്സിൽ ആണെന്ന് പറഞ്ഞ് ഒരു താപസൻ വന്ന് വിളിച്ചിട്ടാണല്ലോ അങ്ങ് ഈ രാത്രി ഇവിടെ എത്തിയത്. അയാളുടെ പൂജയുടെ പരിസമാപ്തി ദിവസമാണ് ഇന്ന്. ഭൂലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള ശക്തി സമ്പാദിക്കാനാണ് ആ താപസൻ ഈ പൂജ ചെയ്യുന്നത്. അതിനായി ഒട്ടനവധി രാജാക്കന്മാരെ അയാൾ ഇതിനകം ബലി കൊടുത്തു കഴിഞ്ഞു. അങ്ങയെ കൊല്ലുകയാണ് അടുത്ത ലക്ഷ്യം. വേതാളം പറഞ്ഞത് കേട്ടപ്പോൾ തനിക്കും ആ താപസനെ പറ്റി ചില സംശയങ്ങൾ തോന്നിയതായി വിക്രമാദിത്യൻ സൂചിപ്പിച്ചു. താപസന്റെ ഗൂഢ ഉദ്ദേശം തകർക്കാനുള്ള സൂത്രങ്ങൾ വേതാളം വിക്രമാദിത്യന് പറഞ്ഞു കൊടുത്തു.
അങ്ങനെ അല്പസമയത്തിനകം വേതാളത്തെയും കൂട്ടി വിക്രമാദിത്യൻ താപസൻ്റെ ഗൃഹത്തിലെത്തി. ആ താപസന് വലിയ സന്തോഷമായി. അയാൾ രാജാവിനോട് വേഗം കുളിച്ചു വരുവാൻ ആവശ്യപ്പെട്ടു. വലിയ ഹോമകുണ്ഡത്തിന് അരികിൽ ആളുന്ന തീയുടെ അപ്പുറമുള്ള ഒരു രാക്ഷസ പൂജയായിരുന്നു ആ താപസൻ നടത്തിക്കൊണ്ടിരുന്നത്. പൂജ സമ്പൂർണ്ണമാകുന്നതിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. കുളിച്ചു വന്ന വിക്രമാദിത്യനോട് അഗ്നികുണ്ഡത്തെ നമസ്കരിക്കാൻ താപസൻ ആവശ്യപ്പെട്ടു. വിക്രമാദിത്യൻ പറഞ്ഞു, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം. താപസൻ എഴുന്നേറ്റ് വന്നു നമസ്കരിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു. അയാൾ തല കുനിച്ച വേളയിൽ മിന്നൽ വേഗത്തിൽ വിക്രമാദിത്യൻ തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി കയ്യിലെടുത്തു. അടുത്ത ക്ഷണം നമസ്കരിച്ചു നിൽക്കുന്ന താപസൻ്റെ കഴുത്തു നോക്കി വിക്രമാദിത്യൻ ആഞ്ഞുവെട്ടി. തല ഹോഹമാഗ്നിയിൽ വീണെരിഞ്ഞു. അതോടെ അയാൾ കൊന്നൊടുക്കിയ രാജാക്കന്മാർ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ലോകത്തിലെ സകല ജീവജാലങ്ങളെയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച വിക്രമാദിത്യ മഹാരാജാവിനെ ശ്രീ ഭദ്ര ഭഗവതി കനിഞ്ഞനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാലഭഞ്ജിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഭോജരാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, വീര്യവാനും പ്രതാപിയും പണ്ഡിതശ്രേഷ്ഠനുമായ ഒരു ഭരണാധികാരിയുടെ സിംഹാസനത്തിലാണ് താങ്കൾ കയറിയിരിക്കാൻ പുറപ്പെടുന്നത് എന്നും അങ്ങയ്ക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നും അങ്ങ് ഓർക്കണം. ഭോജരാജാവ് മറുപടിയൊന്നും പറഞ്ഞില്ല. നേരം സന്ധ്യയായതിനാൽ സന്ധ്യാവന്ദനവും പൂജാതി കാര്യങ്ങളും നിർവഹിക്കാൻ അദ്ദേഹം തിരക്കിട്ട് കൊട്ടാരത്തിലേക്ക് നടന്നു.